അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും പവർഫുള്ളായ ജഡ്ജിമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ത്യയിലെ ഈ സിസ്റ്റമുണ്ടല്ലോ, അത് വളരെ യുണീക്കാണ്. അതേസമയം ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ഒന്നുമാണ്. ശരി, നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കഥ പോലെയാണ്. ഒരു കളിയിലെ റഫറിയെ ആര് തിരഞ്ഞെടുക്കണം എന്നൊരു വലിയ ചോദ്യത്തിൻ്റെ കഥ. നമ്മൾ ജഡ്ജിയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ നിയമനങ്ങളിലെ ആ ഒരു പ്രതിസന്ധി, അതിന് കോടതി കണ്ടെത്തിയ ഒരു കിടിലൻ പരിഹാരം, അവരുടെ അധികാരങ്ങൾ, അവസാനം ഈ സിസ്റ്റം ഇപ്പോൾ നേരിടുന്ന വിമർശനങ്ങൾ വരെ എല്ലാം നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഒരു ജഡ്ജിയുടെ സ്വാതന്ത്ര്യം ഇത്ര വലിയൊരു സംഭവമാവുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഏതൊരു ജനാധിപത്യത്തിന്റെയും ഒരു അടിസ്ഥാന ശിലയാണ്, അല്ലേ? സർക്കാർ തന്നെ ഒരു നിയമം ലംഘിച്ചാൽ ആരാണ് അവരെ ചോദ്യം ചെയ്യുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കളിയിലെ സ്റ്റാർ പ്ലെയർക്ക് തന്നെയാണ് ആ കളിയിലെ റഫറിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ റഫറിയുടെ തീരുമാനങ്ങളെ വിശ്വസിക്കുമോ? ഇല്ലായിരിക്കുമല്ലേ? അതെ, അതുപോലെ തന്നെയാണ് ഒരു ജനാധിപത്യത്തിൽ ജഡ്ജിമാരുടെ കാര്യവും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ ഇവിടെയാണ് വരുന്നത്. സാധാരണക്കാരായ നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ, സർക്കാർ അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ, പിന്നെ നിയമവാഴ്ച ഉറപ്പാക്കാൻ, ഇതിനെല്ലാം ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണം. അതിലൊരു കോംപ്രമൈസിനും ഒരു സ്ഥാനവുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംഘർഷത്തിലേക്ക് വരാം. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരും കോടതിയും തമ്മിൽ നടന്നൊരു വലിയ വടംവലിയുടെ കഥയാണ്. ഒരൊറ്റ ചോദ്യത്തിന്റെ പേരിൽ ജഡ്ജിമാരെ നിയമിക്കാനുള്ള കൺട്രോൾ ആർക്കാണ്? അപ്പോൾ ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം നമ്മുടെ ഭരണഘടനയിലെ ഒരൊറ്റ വാക്കിൽ നിന്നായിരുന്നു: കൂടിയാലോചന. അതായത് രാഷ്ട്രപതി ജുഡീഷ്യറിയുമായി കൂടിയാലോചിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കൂടിയാലോചനയ്ക്ക് ശേഷം അവസാന വാക്ക് ആരുടേതാണ്? ആ ഒരു കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് വലിയൊരു അധികാര തർക്കത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോയത്. അങ്ങനെ 1981 ഈ വടംവലിയിൽ സർക്കാരിനൊരു മുൻതൂക്കം കിട്ടി. ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്നറിയപ്പെടുന്ന വിധിയിൽ ജഡ്ജി നിയമനങ്ങളിലെ അവസാന വാക്ക് സർക്കാരിൻ്റേതാണെന്ന് സുപ്രീംകോടതി തന്നെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പവർ മുഴുവനായും സർക്കാരിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ കോടതിക്ക് ആ വിധിയിൽ അത്ര തൃപ്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ സ്വന്തം വിധി തന്നെ തിരുത്തിക്കൊണ്ട് ഒരു വിപ്ലവകരമായ നീക്കം നടത്തി. തങ്ങളുടെ ഭാവി സ്വയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 1981 ആ വിധിയിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് തലകീഴായി മറഞ്ഞതെന്ന് നിങ്ങൾക്ക് കാണാം. 1993 സെക്കൻഡ് ജഡ്ജസ് കേസ് വന്നപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് ഒരു ഭീഷണിയാണെന്ന് കോടതിക്ക് മനസ്സിലായി. അങ്ങനെ അവർ അധികാരം തിരിച്ചുപിടിച്ചു. നിയമനങ്ങളിൽ മുൻഗണന ജുഡീഷ്യറിക്കായിരിക്കുമെന്ന് വിധിച്ചു. എന്നിട്ട് കൊളീജിയം എന്നൊരു പുതിയ സംവിധാനത്തിന് രൂപം കൊടുത്തു. 1998 അതൊന്നുകൂടി ഉറപ്പിച്ചു. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയുമോ? ഈ കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഭരണഘടനയിൽ എവിടെയും എഴുതി വെച്ചിട്ടുള്ള ഒന്നല്ല. ഇത് സുപ്രീം കോടതി അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ വേണ്ടി സ്വന്തം വിധിന്യായങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. ശരിക്കും ഒരു ജുഡീഷ്യൽ ഇന്നൊവേഷൻ. അപ്പോൾ ആരാണ് ഈ കൊളീജിയത്തിലുള്ളത്? വളരെ സിമ്പിളാണ്. ഇത് ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റിയാണ്. സുപ്രീം കോടതിയിലേക്ക് ആളെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസും പിന്നെ ഏറ്റവും സീനിയറായ 4 ജഡ്ജിമാരും. ഹൈക്കോടതിയിലേക്കാണെങ്കിൽ ചീഫ് ജസ്റ്റിസും 2 സീനിയർ ജഡ്ജിമാരും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ മറ്റു വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും കാണാത്തൊരു രീതിയാണിത്. ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊളീജിയം കുറച്ചു പേരുകൾ സർക്കാരിന് ശുപാർശ ചെയ്യും. സർക്കാർ ആ പേരുകളൊക്കെ ഒന്ന് പരിശോധിച്ച് ഒരു ഡ്യൂ ഡിലിജൻസ് നടത്തും. അതിനുശേഷം രാഷ്ട്രപതി ഔദ്യോഗികമായി നിയമനം നടത്തുന്നു. ഇതാണിതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്സ്. പക്ഷേ ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് വരാൻ പോകുന്നതേയുള്ളൂ. കേട്ടോളൂ. സർക്കാർ ഒരു പേരിനോട് വിയോജിപ്പ് അറിയിച്ചാൽ കൊളീജിയത്തിന് അതേ പേര് തന്നെ വീണ്ടും സർക്കാരിന് അയക്കാം. അങ്ങനെ രണ്ടാമതും ആ പേര് വന്നാൽ പിന്നെ സർക്കാരിന് വേറൊന്നും ചെയ്യാനില്ല. ആ നിയമനം നടത്തിയേ പറ്റൂ. അത് സർക്കാരിനൊരു ബാധ്യതയാണ്. കണ്ടില്ലേ? ഇതാണ് ജുഡീഷ്യറിക്ക് ആ അവസാന വാക്ക് നൽകുന്ന ആ ഒരു മെക്കാനിസം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തിനാണ് സുപ്രീം കോടതി ഈ നിയമനാധികാരം ഇത്ര മുറുകെ പിടിക്കുന്നത്? എന്തുകൊണ്ടാണിത് ഇത്രയും പ്രധാനം? അതിൻ്റെ ഉത്തരം ഇതാണ്. കാരണം അവർക്ക് വളരെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അവരാണ് നമ്മുടെ ഭരണഘടനയുടെ അവസാനത്തെ കാവൽക്കാർ. അതിനായി അവരുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ഒരു ടൂളാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം. വളരെ പവർഫുള്ളായ ഒരു ഐഡിയയാണിത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിന് ഭരണഘടനയൊക്കെ ഭേദഗതി ചെയ്യാം, സമ്മതിച്ചു. പക്ഷേ അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെ, അതിന്റെ ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്? ഭരണഘടനയുടെ പരമാധികാരം, നിയമവാഴ്ച, അധികാര വിഭജനം,
പിന്നെ നിങ്ങൾ ഊഹിച്ചതുപോലെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം തന്നെ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തൊടാൻ പാടില്ല, പാർലമെന്റിന്റെ ഭേദഗതി അധികാരത്തിനും അപ്പുറത്താണിവയൊക്കെ എന്നാണ് കോടതി പറയുന്നത്. ഇതൊന്ന് ഓർത്തുനോക്കൂ. നമ്മുടെ മൗലികാവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് ഒരു ഇന്ത്യൻ പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ അവകാശത്തെയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഒരു സംരക്ഷകൻ എന്ന നിലയിൽ കോടതിയുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന്. അപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടി കോടതി ഒരു പരിഹാരം കണ്ടെത്തി, കൊള്ളാം. പക്ഷേ ആ പരിഹാരം തന്നെ പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമായോ? ശരി, നമുക്ക് നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ, അതായത് സർക്കാരിന്റെ ആ ഒരു നിയന്ത്രണം ഒഴിവാക്കാൻ നോക്കിയപ്പോൾ, കോടതി അറിയാതെ വേറൊരു പ്രശ്നം ഉണ്ടാക്കിയോ? ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത, പൂർണ്ണമായും അടഞ്ഞ ഒരു പുതിയ അധികാരകേന്ദ്രം. കൊളീജിയം സിസ്റ്റത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ പ്രോസസ്സ് ഭയങ്കര രഹസ്യമാണ്. ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുന്നതെന്നൊന്നും പുറത്തുള്ള ആർക്കും അറിയില്ല. കൃത്യമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇത് പലപ്പോഴും പക്ഷപാതത്തിനും പിന്നെ നെപ്പോട്ടിസം അഥവാ ബന്ധുനിയമനത്തിനും കാരണമാകുന്നു എന്നൊക്കെ വളരെ ശക്തമായ ആരോപണങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനോ സാധാരണ ജനങ്ങൾക്കോ ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്വവുമില്ല. അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ്. ജഡ്ജിമാരെ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്ന ഈ സിസ്റ്റം സർക്കാരിന്റെ അധികാരത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണോ? അതോ മറ്റാരുടെയും ഒരു പരിശോധനയും ആവശ്യമില്ലാത്ത, നിയന്ത്രിക്കപ്പെടേണ്ട ഒരു അധികാരമായി ഇത് സ്വയം മാറിയോ? ഈ ചോദ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുന്നിൽ ഇന്നും വളരെ പ്രസക്തമായിട്ട് തന്നെ നിൽക്കുന്നു.